Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ടോട്ടറോക്കിയും കച്ചാ പയ്യനും നമ്മുടെ ഹീറോ പയ്യൻ ഇസുക്കും അവരെല്ലാവരും ടോട്ടറോക്കിയുടെ വീട്ടിൽ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഡിന്നറിന് ശേഷം ഏകദേശം കച്ചാ പയ്യനും ഇസുക്ക് പയ്യനും അവർ രണ്ടുപേരും അവരുടെ ഫാമിലിയിലെ ഇഷ്യൂസ് അതെല്ലാം തന്നെ മനസ്സിലാക്കും. ഹീറോ പയ്യൻ ഇസുക്കാണെങ്കിൽ ടോട്ടറോക്കിയോട് ഡയറക്റ്റ് ആയിട്ട് അവന്റെ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. നിന്റെ അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം നമ്പർ 1 സൂപ്പർ ഹീറോയാണ്. അദ്ദേഹത്തിന് ഇപ്പോ പശ്ചാത്താപമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് ക്ഷമിച്ചുകൂടെ ചോദിക്കും. ചോദ്യം കേട്ട് ടോട്ടറോക്കിയും അവന്റെ സിസ്റ്ററും പുറത്തുണ്ടായിരുന്ന എൽഡർ ബ്രദറും എന്തിന് എൻഡവർ പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കുറച്ചു നാളുകൾക്ക് മുൻപ് എൻഡവർ ആണെങ്കിൽ വലിയൊരു ക്രിമിനലിനെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഒരു സോൾജിയർ ആണെങ്കിൽ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യും. അദ്ദേഹം ടെററായിട്ട് ആ ഒരു സോൾജിയറിനെ നോക്കി അവനെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. ഉടനെ ഒരുപാട് മീഡിയാസ് ഒത്തിരി ചോദ്യങ്ങളായിട്ട് അദ്ദേഹത്തിനെ റൗണ്ട് ചെയ്യും. മീഡിയാസ് ആണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ എൻഡവറിനോട് തലങ്ങും വിലങ്ങും ചോദിക്കും. പക്ഷെ അദ്ദേഹമാണെങ്കിൽ അതിനൊന്നും തന്നെ മറുപടി പറയില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരുത്തൻ അവനാണെങ്കിൽ എൻഡവറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ എൻഡവറിന് ഒരുപാട് ഇഷ്ടമാണ്. കട്ട് ചെയ്ത ആക്ച്വലി ഇവൻ തന്നെയാണ് ഇപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇവനെ ജയിലിൽ പിടിച്ചിട്ടതും എൻഡവർ തന്നെയാണ്. കട്ട് ചെയ്ത പ്രസന്റില് എൻഡവർ ആണെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയവൻ അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ എൻഡവറിന്റെ വീട്ടിലേക്ക് തന്നെ കടന്നു വരും. ആ സമയത്ത് എൻഡവറിന്റെ മൂത്ത മകനെ വീട്ടിൽ വെച്ച് കാണും. എൽഡർ സൺ നട്സുവിനെ കാണേണ്ട താമസം ആ ഒരു വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ട്രിഗർ എന്ന് പേരുള്ള ബൂസ്റ്റർ അത് കയ്യിലെടുക്കും. അത് അവന്റെ ബോഡിയിൽ ഇൻജെക്ട് ചെയ്ത് അവനാണെങ്കിൽ എൽഡർ സണ്ണിനെ ഫോളോ ചെയ്ത് അവന്റെ പിന്നാലെ പോകും. സമയം ഇവിടെ ടോട്ടറോക്കിയുടെ സിസ്റ്റർ ആണെങ്കിൽ അവരുടെ ഫാമിലിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഞങ്ങളുടെ അമ്മ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എല്ലാവർക്കും ഇടയിലുള്ള ഗ്യാപ്പ് അത് കൂടുതൽ വർദ്ധിച്ചു. ഈ ഇടയ്ക്കാണ് അമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാനായിട്ട് ടോട്ടറോക്കിക്ക് അനുമതി കൊടുത്തത് പോലും. അങ്ങനെ കഥകൾ പറഞ്ഞു നിൽക്കുമ്പോൾ അവർ അവിടേക്ക് വന്ന് അവരോട് തിരികെ ഓഫീസിലേക്ക് പോകാൻ സമയമായെന്ന് പറയും. ഉടനെ അവരെല്ലാവരും ഇപ്പൊ പെൺകുട്ടിയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറുകയാണ്. കച്ചാപ്പയ്യനാണെങ്കിൽ ആ ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ചോദിക്കും. അതിന് ടോട്ടറോക്കി ഞാൻ തന്നെ വിശദമായിട്ട് നിനക്ക് പറഞ്ഞു തരാന്ന് പറയും. ഇവിടെ ആ ഒരു സിസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ഹീറോയുടെ കൈ പിടിച്ച് ടോട്ടറോക്കിയുടെ കൂടെ ഫ്രണ്ട് ആയതിന് സന്തോഷമുണ്ട്, അതിൽ ഒരുപാട് സ്നേഹവും നിന്നോട് തോന്നുന്നു പറയും. എൻഡവറും അവളോട് നന്ദി പറയും, നല്ലൊരു ഫുഡ് അവർക്ക് ഒരുക്കി കൊടുത്തതിന്. അങ്ങനെ അവരെല്ലാവരും യാത്ര പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു പോവാണ്. അതേസമയം ഇവിടെ എൽഡർ സണ്ണിനെ ആ ഒരു വില്ലൻ ഒരു പ്രത്യേകതരം കയർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയാണ്. കാറിലാണെങ്കിൽ എൻഡവറും നമ്മുടെ ചെക്കന്മാരും അവരാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഹായ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കച്ചാപ്പയ്യനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നമ്പർ 1 സൂപ്പർ ഹീറോ ആയിട്ട് പോലും നിങ്ങൾക്ക് ഈ തല്ലിപ്പൊളി കാർ മാത്രമേ കയ്യിലുള്ളൂ. അതിനാ ഡ്രൈവർ ആണെങ്കിൽ ദേഷ്യപ്പെടും, ബോസിന് ട്രാവൽ ചെയ്യുന്നതും പോരാ, നിനക്ക് അതിൽ കുറ്റം കൂടെ പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു ചോദിച്ച് അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞു തർക്കം. അങ്ങനെ ഒരു കാര്യമായിട്ട് തർക്കിക്കുന്ന അതേ സമയം എൽഡർ സണ്ണിനെ ആ ഒരു വില്ലൻ ആ ഒരു കയറിൽ ചുരുട്ടിയെടുത്ത് അവരുടെ കാറിന് മുൻപിലേക്ക് തന്നെ കൊണ്ടിടുകയാണ്. ഡ്രൈവർ ആണെങ്കിൽ കാർ ഒരു വിധത്തിൽ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് കൊണ്ടുപോകും. എൻഡവറും നമ്മുടെ ആൾക്കാരും എല്ലാവരും തന്നെ ഒരു സെക്കൻഡ് ആ കാഴ്ച കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. എൻഡവറിനാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് പോലും മനസ്സിലാവില്ല. ഉടനെ ആ വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, എൻഡവർ നിന്റെ വീട് ഞാൻ കണ്ടു, അത് ശരിക്കും അടിപൊളിയാണെന്ന് പറയും. ഇവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാർ കൺട്രോൾ ചെയ്തൊരു ഭാഗത്ത് ഒതുക്കി നിർത്തും. ഉടനെ നമ്മുടെ ആൾക്കാർ ഇപ്പോ വെളിയിലേക്ക് വരികയാണ്. എൻഡവറാണെങ്കിൽ നമ്മുടെ ചെക്കന്മാരെ എല്ലാം തട്ടി മാറ്റി ടെററായിട്ട് അവന്റെ ഫയർ പവർ പുറത്തേക്ക് റിലീസ് ചെയ്ത് അങ്ങനെ ചാട്ടി വരികയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മകൻ ഇപ്രകാരം ചെയ്യും. എൻഡവറിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. സോ തന്റെ എൽഡർ സണ്ണിനോട് ഇപ്രകാരം ചെയ്യുന്ന ആ വില്ലനെ വെറുതെ വിടാനായിട്ട് അദ്ദേഹത്തിന് മനസ്സ് വരില്ല. ആ ഒരു വില്ലനാണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? എൻഡവർ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും, 7 വർഷത്തിന് മുൻപ് നിന്നെ ഞാൻ തന്നെയല്ലേ പിടിച്ച് ജയിലിൽ ഏൽപ്പിച്ചത്. അത് കേട്ട് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും. അതെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്നെ ഓർത്തിരിക്കുന്നുണ്ടല്ലേ, എനിക്കതിൽ സന്തോഷം. അവരാണെങ്കിൽ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട്, സത്യം പറയും, നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ എന്റെ മകനെ ഇപ്രകാരം ദ്രോഹിക്കുന്നത്? അതിനാവും പറയും, എനിക്ക് ആവശ്യം നിങ്ങളാണ്. നിങ്ങളെപ്പോലെ നല്ലൊരു ഫാമിലി ലൈഫോ ഒരു ഫെയിം ലൈഫോ ഒന്നും എനിക്കില്ല. എന്റെ ആവശ്യം വളരെ ചെറുതാണ്. ഞാൻ നിങ്ങളുടെ മകനെ കൊല്ലാൻ പോവുകയാണ്. അത് കേട്ട് എൻഡവർ ആണെങ്കിൽ ഷോക്കാവും. ഇപ്പോഴാണ് നമ്മുടെ എൻഡവർ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിന്റെ മഹാത്മ്യം അത് തിരിച്ചറിയുന്നത്. സോ അങ്ങനെയുള്ള ഈ സമയത്ത് തന്റെ മൂത്ത മകനെ അവൻ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് അറിഞ്ഞാൽ അദ്ദേഹം ഒരു കാരണവശാലും അത് ക്ഷമിക്കില്ല. വില്ലനാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, എന്റെ ആഗ്രഹം നിങ്ങളെപ്പോലെ നമ്പർ 1 സൂപ്പർ ഹീറോ ആയ ഒരാളുടെ കൈകൊണ്ട് മരിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആക്ച്വലി സൂപ്പർ ഹീറോസ് ആണെങ്കിൽ ഇത്തരത്തിൽ ആരെയും കൊല്ലാറില്ല. ഇൻ കേസ് എൻഡവർ അദ്ദേഹത്തിന്റെ ഫയർ പവർ ഉപയോഗിച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചാൽ അവൻ അദ്ദേഹത്തിന്റെ മകനെ മുൻപിൽ നിർത്തിക്കഴിഞ്ഞാൽ അവൻ കത്തിക്കരിഞ്ഞു പോകും.
അവരാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആവും. ആ സമയത്ത് നമ്മുടെ ചെക്കന്മാര് അവരങ്ങനെ ടെററായി പുറത്തേക്ക് ചാടി വരുവാണ്. ഡ്രൈവർ ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങളുടെ ലഗേജുകൾ നിങ്ങൾ എടുക്കാൻ മറന്നു. കുഴപ്പമില്ല, അത് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് ആ ലഗേജുകളെല്ലാം തന്നെ ആ ഡ്രൈവർ ആണെങ്കിൽ ഇട്ട് കൊടുക്കും. നമ്മുടെ ഹീറോ പയ്യൻ ഇസുക്ക് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ബോക്സുകൾ ക്യാച്ച് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവരാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്റെ കയറുകൾ അത് കട്ട് ചെയ്ത് കളയാണ്. അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇവര് വർക്ക് സ്റ്റഡി സ്റ്റുഡൻസ് അല്ലേ, ഇവർക്ക് ഇത്രയും പവർ ഉണ്ടോ ചിന്തിച്ച് അവന്റെ പവർ ഉപയോഗിക്കുമെങ്കിലും അവനെ കൊണ്ടാണെങ്കിൽ അവരുടെ പവറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ഹേയ് കുട്ടികളെ, നിങ്ങൾ എന്തായി ചെയ്യണേ? എന്റെ അവസാന ആഗ്രഹം അവന്റെ കൈകൊണ്ട് മരിക്കുക എന്നതാണ്. അത് നിങ്ങൾ തടയാൻ പാടില്ല എന്ന് അവൻ വിളിച്ചു പറയും. ആ വില്ലനാണെങ്കിൽ ആ മെഡിസിൻ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ പുറകോട്ടേക്ക് പോവാണ്. എൻഡവറിനാണെങ്കിൽ അവന്റെ അത്രയും സ്പീഡിൽ ഇപ്പൊ മുൻപോട്ടേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല അദ്ദേഹം കുറച്ച് ക്ലോസ് എത്തുമ്പോഴേക്കും എൻഡവറിന്റെ എൽഡർ സണ്ണിനെ മുൻപിലേക്ക് കാണിക്കും. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയം തോന്നി അദ്ദേഹം സഡൻ ബ്രേക്ക് ഇടുകയാണ്. പക്ഷെ നമ്മുടെ ചെക്കന്മാർ വിട്ടുകൊടുക്കാതെ അവന്റെ പിന്നാലെ പാഞ്ഞടുക്കും. ആ വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ എന്റെ പിന്നാലെ വരികയാണെങ്കിൽ ഉറപ്പായാലും ഇവിടെയുള്ള ജനങ്ങളും ഈ ചെക്കനും മരിക്കുന്നു പറഞ്ഞ് 3 കാറുകൾ അങ്ങനെ തൂക്കിയെടുത്ത് ജനങ്ങളുടെ നേർക്ക് വലിച്ചെറിയും. ഓപ്പോസിറ്റ് കയ്യിലുണ്ടായിരുന്ന ആ കയറ് അതാണെങ്കിൽ പാളത്തിന് നേരെ നീട്ടുകയാണ്. ട്രെയിൻ വന്ന് ഹിറ്റ് ചെയ്ത അവന്റെ കഥ കഴിയും. ഇവിടെ ഇസുക്ക് പയ്യനാണെങ്കിൽ ആ 3 കാറിലേക്ക് നോക്കും. ആണെങ്കിൽ ഒരു സെക്കൻഡ് എൻഡോർ പറഞ്ഞ കാര്യം ആലോചിക്കും. നമ്മുടെ പവർ നമ്മൾ ക്യാഷ്ലായിട്ട് ഉപയോഗിക്കണം. അടുത്ത നിമിഷം അവൻ ആ കാറുകളുടെ മുകളിലേക്ക് പോയി അവന്റെ പവർ ക്യാഷ്ലായിട്ട് ഉപയോഗിക്കും. ആ പവർ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാറുകളെ ഹോൾഡ് ചെയ്യാണ്. അതേ സമയത്ത് കച്ചാപ്പയ്യനാണെങ്കിൽ ചാടി വന്ന് ഇപ്പോ എൽഡർ സണ്ണിനെ അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ രക്ഷപ്പെടുത്തുകയാണ്, ട്രെയിൻ ഹിറ്റ് ചെയ്യാതെ. എൻഡവറിനാണെങ്കിൽ തന്റെ ആകാംക്ഷ അത് അടക്കാനായിട്ട് കഴിയുന്നില്ല. താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അത് അക്ഷരം പ്രതി അവരിപ്പോ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു നല്ല സ്റ്റുഡൻസ് എന്ന പോലെ. കച്ചാപ്പയ്യനാണെങ്കിൽ ഇപ്പോ ആ ഒരു എൽഡർ സണ്ണിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. അത് കണ്ട എൻഡവർ ആണെങ്കിൽ ഓടി വന്ന് അവരെ രണ്ടുപേരെ ഹഗ് ചെയ്യാണ്. കച്ചാപ്പയ്യനാണെങ്കിൽ ഹഗ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് ഓടി രക്ഷപ്പെടും. അതിനുശേഷം എൻഡവർ ആണെങ്കിൽ ടോഡറോക്കെ ചെക്ക് ചെയ്യും. അവനാണെങ്കിൽ ആ വില്ലനെ അങ്ങനെ അവന്റെ ഐസ് പവർ ഉപയോഗിച്ച് ഫ്രീസ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ എൻഡവറിന് ഒത്തിരി സന്തോഷം. ഇതിനുശേഷം എൻഡവർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യനോട് അവിടെ എന്താ അവസ്ഥ ചോദിക്കും. അതിനവൻ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ ആ കാർ 3 ഹോൾഡ് ചെയ്ത് ജനങ്ങളെ സേവ് ചെയ്തു. ഇവിടെ ഇസുക്കിനാണെങ്കിൽ ഞാൻ അറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം. കാരണം അദ്ദേഹം പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവനിപ്പോ കറക്റ്റ് ആയിട്ട് ആ പവർ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കച്ചാ പയ്യനാണെങ്കിൽ എൻഡവറിനോട് ക്യാഷ്വലായിട്ട് ചോദിക്കും, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അവർ 1 സൂപ്പർ ഹീറോ ആയ നിങ്ങളെ കഴിഞ്ഞും കൂടുതലായിട്ട് ഞങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്, അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ ചോദിക്കും. ആളാണെങ്കിൽ ക്യാഷ്വലായിട്ട് അതെ ഞാൻ സമ്മതിച്ചു തരുവാണ്, നിങ്ങൾ ശരിക്കും അടിപൊളിയാണ്. അത് കേട്ട് കച്ചപ്പയ്യൻ ചമ്മിപ്പോവും. എൻഡവറാണെങ്കിൽ സന്തോഷത്തോടു കൂടെ ആളുടെ എൽഡർ സണ്ണിനെ അങ്ങനെ ഹഗ് ചെയ്യാണ്. അടുത്ത നിമിഷം അവൻ അച്ഛന്റെ കൈ തട്ടിമാറ്റി പുറകിലേക്ക് നീങ്ങും. എൻഡവറാണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് നിന്റെ അടുത്തേക്ക് വരാതിരുന്നത്. എനിക്ക് നിങ്ങളെല്ലാവരും ഇപ്പോ ഒരുപാട് വലുതാണ്. അതിന് എൽഡർ സണ്ണ് പറയും, എന്നെക്കൊണ്ട് പറ്റില്ല നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ, ടോഡറോക്ക് ക്ഷമിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് പറയും. അത് കേട്ട് അദ്ദേഹമാണെങ്കിൽ അവനോട് ചോദിക്കും, അപ്പൊ നിനക്ക് ആഗ്രഹമില്ലേ ഞാനും അമ്മയും നിങ്ങൾ മക്കളും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ നമുക്ക് ജീവിക്കണമെന്ന്? അതിനവൻ പ്രത്യേകിച്ചൊന്നും പറയില്ല. ഇവിടെ നമ്മുടെ അവനാണെങ്കിൽ ഒരു നിമിഷം ഇസുക്ക് പയ്യൻ ടോഡറോക്കയോട് ക്ഷമിക്കാനായിട്ട് പറഞ്ഞ കാര്യം അത് ആലോചിക്കുകയാണ്. അവരാണെങ്കിൽ അവനോട് പറയും, ഞാൻ നിന്നോട് മാപ്പ് അപേക്ഷിക്കാനായിട്ട് പോകുന്നില്ല, മറിച്ച് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പരിഹാരം ചെയ്യും. അത് കേട്ട് അവനാണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിന് പരിഹാരം ആവില്ല. ഇവിടെ വില്ലനാണെങ്കിൽ അവരുടെ വാക്ക് കേട്ട് വിളിച്ചു പറയും, നിങ്ങൾ ഒരിക്കലും ആരോട് മാപ്പ് പറയാനോ പരിഹാരം ചെയ്യാനോ പാടില്ല. നിങ്ങൾ എപ്പോഴും നമ്പർ 1 സൂപ്പർ ഹീറോ ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവൻ കരയും. അല്പസമയം കഴിഞ്ഞ് പോലീസ് അവിടേക്ക് വന്ന് അവൻ അറസ്റ്റ് ചെയ്യും. എൻഡവറിന്റെ ഡ്രൈവർ ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് അല്പം കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയും. അത് കേൾക്കുമ്പോൾ ആ ഒരു അപ്പാപ്പം വില്ലൻ പറഞ്ഞ കാര്യം എൻഡവർ ഓർക്കും. എൻഡവറാണ് ഈ ഒരു വേൾഡിന് വില്ലനായി തീരുക എന്നതാണ് ആ ഒരു അപ്പാപ്പൻ അവിടെ വെച്ച് പറഞ്ഞത്. അതോർത്ത് ആളൊരല്പം ടെൻസ്ഡ് ആവും. എൽഡർ സണ്ണാണെങ്കിൽ ഇപ്പൊ കച്ചാ പയ്യനോട് ചോദിക്കും, ശരിക്കും നിന്റെ ഹീറോ പേരെന്താ? അത് കേട്ട് ടോഡറോക്കിക്കും അതുപോലെ ഹീറോ ഇസുക്ക് പയ്യനും ഭയങ്കര സന്തോഷം. കാരണം ഇതുവരെ അവർക്ക് ഹീറോ പേരെന്താണെന്ന് അറിയില്ല. അതിന് കച്ചാ പയ്യനാണെങ്കിൽ ദേഷ്യപ്പെടും, എനിക്ക് അങ്ങനെ പേരൊന്നുമില്ല, അത് പറയാൻ എനിക്ക് താല്പര്യവുമില്ല. സത്യത്തിൽ കച്ചാ പയ്യന് അപ്രകാരം യാതൊരു പേരും ഇല്ല. അവരാണെങ്കിൽ ഒരു സെക്കൻഡ് ഓക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട താമസം ഓക്സ് ആണെങ്കിൽ ആഞ്ഞു തുമ്മുവാണ്. എൻഡേവർ അതിനുശേഷം അദ്ദേഹത്തിന്റെ എൽഡർ സണ്ണുമായിട്ട് മകളുടെ അടുത്തേക്ക് വരും. നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഹാപ്പി ലൈഫ് നമുക്ക് ജീവിക്കാം. അമ്മയെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, നിങ്ങൾക്ക് അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എൻഡവർ ആണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കും. അദ്ദേഹം ഇല്ലാതെ വൈഫും മക്കളും അവർ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു സീൻ. അതിനുശേഷം ഇപ്പൊ അവരോട് പറയും, ആദ്യം കുറച്ചു കാലം അമ്മയും മക്കളും ഹാപ്പി ആയിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കണം,
ആ സമയം കൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം അത് ഞാൻ ചെയ്തു തീർക്കും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം തീരുമാനിക്കാമെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.